ഈ ഇമാമുമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് ആരെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഷെഫീഖ് അൽ ഖാസിമി. നമ്മൾ വിശുദ്ധനായി കാണുന്ന പലരും, അല്ലെങ്കിൽ അമ്പലത്തിലെ പോറ്റി ആയിക്കോട്ടെ, പള്ളിയിൽ അച്ഛനായിക്കോട്ടെ, ഇമാമായിക്കോട്ടെ, നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അവർ തരുന്ന ചില മാർഗങ്ങളാണ് നമുക്ക് മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പലപ്പോഴും സഹായിക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള ഇമാമന്മാർ ഉണ്ടെങ്കിൽ നേർവഴിക്ക് പോകാൻ പറ്റുമോ? എൻ്റെ ഒരു ചോദ്യമാണ്. പറ്റുമോ? ഇതിൽ ഏറ്റവും ആദരിക്കേണ്ടത് നമ്മുടെ വിതുര വനത്തിൽ ഈ വനവാസികളായിട്ടുള്ള കുറേ സ്ത്രീകളെയാണ്. അവരെയാണ് ശരിക്കും നമ്മൾ ആദരിക്കേണ്ടത്. അവരാണ് ഈ കേസ് പിടിക്കുന്നത്. കേരള പോലീസ് പിടിച്ച കേസല്ല ഇത്. അല്ല, തൊഴിലുറപ്പിനിറങ്ങിയ വനവാസികളായിട്ടുള്ള സ്ത്രീകൾ ആണ് ഈ കേസ് പിടിച്ചത്. അതായത് നമ്മുടെ പേപ്പാറ ഡാമിലേക്ക് പോകുന്ന ഭാഗത്ത് വനത്തിനുള്ളിൽ ഒരു ഇന്നോവ കിടക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ക്രീം കളർ ഇന്നോവ ഇതാ വനത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ ഇപ്പോൾ ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനരികിൽ പോയി. അരികിൽ പോയപ്പോൾ ഇവർ അതിലെ സൈഡിൽ കൂടെ ചെന്ന് ഇവർ ചെന്നപ്പോൾ ഇതിനുള്ളിലൊരു സെക്ഷൽ അബ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പർദ്ദ അത് ഊരി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവർ സീറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇയാൾ ഇമാമിൻ്റെ വേഷത്തിലും തന്നെയാണ്. ഇയാളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല ഈ സ്ത്രീകൾ വന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിക്കുട്ടി വിളിച്ച് തുറക്കാൻ പറഞ്ഞു. ഇവരിത് വളഞ്ഞു. പെട്ടെന്ന് ഇയാൾ ഫ്രണ്ടിൽ ചാടി കയറി വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ഇവർ തടിയെടുത്ത് ബാക്കിലിട്ട് കൊടുത്തു. വണ്ടി റിവേഴ്സ് എടുക്കത്തില്ല. അപ്പോൾ ഇയാൾ ഫ്രണ്ടിലോട്ട് എടുത്ത് പിന്നെ ഇപ്പുറത്തോട്ട് തിരിച്ചെടുത്തപ്പോൾ ആ മരത്തിൽ, ഞാൻ ആ തെളിവെടുപ്പ് സമയത്ത് അവിടെ ചെന്നപ്പോൾ ആ മരത്തിൽ അപ്പോഴും ഇന്നോവ ബാക്കിൽ ഇടിച്ചിട്ട്, അതായത് ഇന്നോവയുടെ ബാക്കിൽ ഒരു എംബ്ലം ഉണ്ട്, അതവിടെ ആ മരത്തിൽ പതിഞ്ഞു. അത് ഇന്നോവയുടെ ടൊയോട്ടയുടെ എംബ്ലം ഉണ്ടല്ലോ, ടൊയോട്ടയുടെ എംബ്ലം മരത്തിൽ അതുപോലെ ഇരിപ്പുണ്ട്. ടൊയോട്ടയുടെ എംബ്ലം അതിനകത്തിരിക്കുക. ദൈവം വെച്ച സീല്. അതെ, മരത്തിൽ പുള്ളി അങ്ങ് സീൽ വെച്ചു. പക്ഷെ ഇപ്പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. അവർ തടിവാരി അങ്ങ് ഇട്ട് കൊടുത്തു. ഈ സ്ത്രീകൾ വണ്ടി അനങ്ങത്തില്ല. തടി കയറി അപ്പുറത്തെ മരത്തിൽ ബ്ലോക്ക് ആവുകയും ചെയ്തു. വണ്ടി ചാടിപ്പോയതുമില്ല. അവസാനം ഇവർ പിടിച്ചിറക്കിയപ്പോഴും ഇവർ വീഡിയോ എടുത്തു. ഈ സ്ത്രീകൾ വീഡിയോ എടുത്തു. ആ വീഡിയോയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാമോ? ആ പെൺകുട്ടിയുടെ വീഡിയോ എടുക്കല്ലേ, നിങ്ങൾ വീഡിയോ പിടിക്കടി, ആ പെൺകൊച്ചിൻ്റെ എടുക്കല്ലേ എന്നാണ് പറയുന്നത്. അവർ പറയുക ബോധ്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകാൻ പാടില്ല എന്ന് ആ തൊഴിലുറപ്പിന് വന്ന സ്ത്രീകൾക്ക് ബോധ്യമുണ്ട്. ആ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതിൻ്റെ വീഡിയോ എടുക്കല്ലേടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെൺകുട്ടിയെ ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെന്തെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ കൊണ്ട് വസ്ത്രം അണിയിച്ചു. അപ്പോൾ ഇവർ അതിൻ്റെ ID കാർഡൊക്കെ പിടിച്ചു മേടിച്ചു. ഈ സ്ത്രീയുടെ ഈ സ്ത്രീകൾ പെൺകുട്ടിയുടെ. അപ്പോൾ ഇത് സ്കൂളിൽ പഠിക്കുക. അപ്പോൾ അതിനെ കൊണ്ട് വസ്ത്രം ഇടിയിച്ചവർ. ഇപ്പം ഇവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് പർദ്ദയൊക്കെ ഇടിയിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇവൻ പറഞ്ഞു വൈഫാന്ന് പറഞ്ഞു, ഭാര്യയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി, അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് കൊച്ചുകുട്ടിയാന്ന്. അപ്പോൾ ഇവനിതൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവിടെ നിന്ന് ഈ സ്ത്രീകളെയൊക്കെ തള്ളി മാറ്റി വണ്ടി എടുത്തുകൊണ്ട് വലിഞ്ഞു. പിന്നെ നല്ല ആരോഗ്യമുണ്ട്. എന്നാൽ തടിയൊക്കെ വരി എറിഞ്ഞളഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് വലിഞ്ഞു. അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിട്ടില്ല. ഇവരവിടുത്തെ വാർഡ് മെമ്പറെ വിളിച്ചു. വാർഡ് മെമ്പർക്ക് ഈ വീഡിയോ കൈമാറി. വാർഡ് മെമ്പർ വിതുര പോലീസിന് ഈ വീഡിയോ കൈമാറി. ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ വീഡിയോ സ്പ്രെഡായി. ഇയാളുടെ വീഡിയോ നാട്ടുകാർ മൊത്തം കണ്ടു. പക്ഷെ ആ പെൺകുട്ടിയെ കണ്ടല്ലേ, അതിനെ ഇന്നോവയിൽ അവർ ഇറക്കിയില്ല, പുറത്തേക്ക് അവർ ഇറക്കിയില്ല. അങ്ങനെ ഇത് നേരെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ആ കുടുംബവും ഞാനും തമ്മിൽ അടുത്ത ബന്ധമാണ്. ആ പിതാവ് ഗൾഫിലാണ്, കുട്ടിയുടെ പിതാവ് ഗൾഫിലാണ്. അപ്പോൾ ഇന്ന ആളുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ്, ഇന്ന ആളുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി അങ്ങ് പുറത്താക്കി. അപ്പോൾ ഏത് കുട്ടിയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം ധാരണയായി. അപ്പോൾ അതിലൊരു കേസ് ഇവനെതിരെയുണ്ട്, ഈ അൽ ഖാസിമിക്കെതിരെ. അപ്പോൾ അതിനുശേഷം വിതുര പോലീസ് അപ്പോൾ നല്ല പ്രഷറായി പോലീസിന്. ഇത് ആ പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് ആ പള്ളി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണിത്.
ഈ അൽക്കാസിമിയുടെ സ്ഥിരം പരിപാടിയാണ് ഈ ഏർപ്പാട്. അങ്ങനെ പോലീസിന് നല്ല പ്രഷർ വന്നു. അത് ഒന്നോ രണ്ടോ ഒന്നും അല്ല. അല്ലല്ല, ഒരിക്കലും അല്ല, സ്ഥിരം. അപ്പോൾ പിന്നെ നല്ല പണിയുണ്ടായിരുന്നു. പോലീസ് നല്ല സമ്മർദ്ദം വന്നു. പോലീസ് സമ്മർദ്ദമൊന്നുമല്ല, ഇത് ഒതുക്കി തീർക്കാനുള്ള സമ്മർദ്ദം പോലീസിന് നല്ലപോലെ വന്നു. ഇപ്പുറത്ത് തിരിച്ചും സമ്മർദ്ദം വന്നു. കാര്യം വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വെറുതെ വിടത്തില്ലല്ലോ, വെറുതെ വിടാൻ പറ്റില്ല. ആ തൊഴിലുറപ്പ് സ്ത്രീകൾ സാക്ഷി പറയാൻ തയ്യാറാണ്, അവർ സാക്ഷി പറയാൻ തയ്യാറാണ്. അതിനിടയിൽ തന്നെ ചാനലുകൾ അവരുടെ സ്ത്രീകളുടെ ബൈറ്റ് എടുത്തു, അത് സ്പ്രെഡായി. സോ വിതുര പോലീസ് പോക്സോ കേസ് എടുത്തു. പോക്സോ കേസ് എടുത്തപ്പം ഇയാൾ മുങ്ങി. അപ്പോൾ മധുരയിലേക്ക് മുങ്ങിക്കളഞ്ഞു. ഇന്നോവയൊക്കെ കളഞ്ഞിട്ട് ഇയാളുടെ ഒരു സഹോദരൻ നൗഷാദ്, ഒരു അല്ലമീൻ, സഹോദരങ്ങളാണ് അല്ലമീൻ, നൗഷാദ്, പിന്നെ ഒരു ബന്ധുവായിട്ടുള്ള കെബീർ, ഇവരുടെ സഹായത്തോടു കൂടി ഇയാൾ മധുരയ്ക്ക് മുങ്ങി. മധുരയിൽ ഇവരുടെ സഹോദരങ്ങൾക്കൊക്കെ ഈ തടിക്കച്ചവടം. അപ്പോൾ പല സംസ്ഥാനങ്ങളും ഇവർക്ക് ബന്ധമുണ്ടല്ലോ, തടിക്കച്ചവടക്കാരാണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങ് തമിഴ്നാട്ടിലേക്ക് കടത്തി. തമിഴ്നാട്ടിൽ മധുരയിൽ ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇയാൾ അവിടെ പിന്നെ കൂടി. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ച ശേഷമാണ് ഒടുവിൽ മധുരയിലെത്തുന്നത്. അപ്പോൾ പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാതെ ഗത്യന്തരമില്ലാതായി, പിടിച്ചേ പറ്റൂ. കാര്യം ചാനലുകളിൽ വാർത്ത ഇങ്ങനെ തുടരെ വരുന്നു, നാട്ടുകാരൊക്കെ പ്രക്ഷോഭത്തിലാണ്, വലിയ പ്രതിഷേധമുണ്ട്. ഈ കുട്ടിയുടെ ഫാദർ, അത് ഭയങ്കര പ്രത്യേകതയാണ്. ഈ കുട്ടിയുടെ ഫാദർ വളരെ സ്ട്രോങ് ആണ്. പുള്ളി ഇത് അറിഞ്ഞപ്പോഴേ കയറി കഴിഞ്ഞ് പോരുന്നു. പുള്ളി പറഞ്ഞു, എൻ്റെ മകൾക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഇമാമെന്നൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞു, പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഈ പള്ളി കമ്മിറ്റിക്കാരെന്താ പറഞ്ഞത്? പള്ളി കമ്മിറ്റിക്കാരും എതിരായിരുന്നു, ഇദ്ദേഹത്തിന് ഇമാമിനെതിരായിരുന്നു ആയിരുന്നു. അവരറിഞ്ഞപ്പോഴേ അവർക്ക് പിന്നെ എതിരെ നിന്നേ പറ്റൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത്ര ആളുകൾ ഇത് സ്പ്രെഡായി, വീഡിയോ സ്പ്രെഡായി, വ്യാപകമായിട്ട് ഈ വീഡിയോ പുറത്തുപോയി. എല്ലാം പുറത്താക്കിയല്ലേ? ഈ ഇമാമിനെ പുറത്താക്കിയോ? അയാളിപ്പോൾ വേറെ പള്ളിയിൽ ഇമാമാണ്. ഇത് കാണാത്ത, ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും ആയിരിക്കുമോ ആ പള്ളിയിലുള്ളവർ? അതൊന്നുമില്ലെന്നേ. അപ്പോൾ ഇതിപ്പോൾ നെടുമങ്ങാട് കോടതിയില്ല, പോക്സോ കോടതിയില്ല ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കേസിലെ സാക്ഷികളെല്ലാം കൂറുമാറുക. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കേസിലെ പോലെ തന്നെ ഇതിലെയും സാക്ഷികളുടെ കൂറുമാറ്റം പ്രതീക്ഷിക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളെയും കൂറുമാറിയതായിട്ട് കോടതി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. ഈ കൂറുമാറൽ, ഈ ചട്ടം, അതൊക്കെ നിലവിലുള്ള സമയം കൂറുമാറൽ നിരോധന നിയമമുണ്ട്, കേസെടുക്കാൻ സാധിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, എന്താ ചെയ്യാത്തത്? ചെയ്യാൻ അവർക്കെതിരെ തെളിവ് വേണ്ട. അവർ കൂറുമാറിയതാണെന്ന് പ്രഖ്യാപിക്കുന്നതല്ലാതെ കൂറുമാറ്റം ഏതെങ്കിലും സ്വാധീനം മൂലമാണ് കൂറുമാറ്റമെന്ന് തെളിയിച്ചാൽ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പറ്റൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. പെൺകുട്ടിയടക്കം കൂറുമാറിയാലും ഇതൊരു ചട്ടത്തിനകത്ത് നിൽക്കുന്നവരെ ഇവരെല്ലാവരും, അതിലാരെങ്കിലും ഒരാൾ ഇടപെട്ടാൽ മതി. ഈ പറയുന്ന ആ ചട്ടത്തിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇടപെട്ടാൽ തന്നെ ഈ കൂറുമാറ്റം നടക്കും. ഈ രാഷ്ട്രീയ സ്വാധീനം ഇതിന് ബാധിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ സ്വാധീനമല്ലല്ലോ, ഇതൊരു സംഘടിതമായി കുറേ പേർ നിന്നിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അതിലെന്ത് രാഷ്ട്രീയമൊന്നും അവിടെ ചെന്ന് ഇടപെടാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയമൊന്നും അവിടെ ചെന്ന് ഇടപെടാൻ പറ്റില്ല. പിന്നെ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ആ കുട്ടിയെ എന്താ പറയുക, പിന്നെ ഉപരിപഠനം നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യണം, അല്ലെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഒന്നും വേണ്ട, സത്യം ചെയ്യിച്ചാൽ പോരെ. ഇതൊന്നും വേണ്ട, അയാളെ ശിക്ഷിച്ചാൽ മതി. സത്യം ചെയ്യിച്ചാൽ മതി. കുട്ടിയെ കൊണ്ട് നീ ഇങ്ങനെ പറയില്ല എന്ന് സത്യം ചെയ്യിച്ചാൽ പോരെ. വിശ്വാസപ്രകാരം സത്യം ചെയ്യിച്ചാൽ പിന്നെ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചത് മാറിപ്പോയല്ലേ? എൻ്റെ ചിന്ത മാറിപ്പോയത് അല്ല, അവരുടെ വിശ്വാസപ്രകാരം സത്യം ചെയ്യിച്ചു കഴിഞ്ഞാൽ കുട്ടി, ഈ പോക്സോ കേസുകളിൽ വ്യാപകമായിട്ട് ഇര കൂറുമാറുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നീണ്ടുപോകും, വർഷങ്ങളെടുക്കും. കേസിന് അധിക നാൾ ഇങ്ങനെ കയറി ഇറങ്ങാൻ ഇരയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇര കോടതി എന്ന് പറയും എനിക്ക് താല്പര്യമില്ല, എനിക്കങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി രക്ഷപ്പെടും. അത് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും ആ ഇര. സ്ട്രെസ് ഒരുപാട്. പോക്സോ കോടതി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ,
പോക്സോ കോടതിയുടെ പുറത്ത് പോക്സോ കോടതി നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാതുക്കെ നിന്നാൽ തന്നെ പൊതുവെ അപ്പുറത്ത് തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ കോടതികളുണ്ട്. അവിടെ നിൽക്കുന്നവരൊക്കെ ഇവരെ നോക്കും. നോക്കുന്ന ഒരു വല്ലാത്ത നോട്ടം. സ്ത്രീകൾ നിന്നാൽ നോക്കും. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വേണ്ട ആര് ആണുങ്ങളായിക്കോട്ടെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത നോട്ടം ആൾക്കാർ നോക്കിക്കളയും. അതോടുകൂടി നിൽക്കുന്നവൻ ചിലപ്പോൾ ഇരയുടെ ബന്ധുവായിരിക്കും, സാക്ഷിയായിരിക്കും. അവൻ വരെ പിന്നെ മടിക്കും. അവനാലോചിക്കുന്നു ഞാനെന്തിനാ ഈ വള്ളിക്കെട്ടൊക്കെ പിടിക്കുന്നതെന്ന് ഈ സാക്ഷി വിചാരിക്കും. ഞാനെന്തിനാ ഈ നാണക്കേട് ചുമക്കുന്നത്? ചില പോക്സോ കോടതികളുടെ ഫ്രണ്ടിൽ കൂടെ പിന്നെ സെഷൻസ് കോടതിയിലേക്ക് പോകാൻ സാധിക്കും. അതിലേക്കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ചുറ്റി വളഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. നാട്ടുകാർ കണ്ടിട്ട് അതെ ഇനി ഞാൻ വല്ല പോക്സോ കേസിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്ന് വെച്ച് കോടതിയുടെ ഫ്രണ്ട് ഇത് എഴുതി വെക്കാതിരിക്കാനും പറ്റില്ല. ഏതാ കോടതി എന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതൊരു മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് കോടതിയിൽ വരുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഉറുമാറാൻ. പോക്സോ കോടതിയുടെ പ്രത്യേകത പലപ്പോഴും അതിൻ്റെ കഥ അടയ്ക്കും. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള കോടതികളിൽ ജനാലയിൽ അധികം ഈ പറയുന്ന മാറാലകൾ പിടിച്ചടക്കാത്ത ഈ പോക്സോ കോടതിയുടെ മാത്രമാണ്. കാര്യം അത് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പോക്സോ കോടതികളൊന്നും അടയ്ക്കുന്നില്ല, തുറന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. അതല്ല, കോടതി ഇടയ്ക്കിടയ്ക്ക് അടച്ചിടും. കാര്യം ഇരയുടെ മൊഴി പറയുമ്പോൾ രണ്ട് അഭിഭാഷകരും ഇരയും മജിസ്ട്രേറ്റ് മാത്രമേ അതിനകത്ത് നിൽക്കൂ. ഞാൻ ഉദ്ദേശിച്ചത് മാത്രമല്ല, വേറൊരു രീതിയിലാണ് പറഞ്ഞത്. അതായത് പോക്സോ കേസുകൾ ഇങ്ങനെ നിരന്തരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഒറിജിനൽ കേസുകൾ, രണ്ട് പ്രതികാര കേസുകൾ. അതായത് ഒരാളെ പെടുത്തുവാൻ വേണ്ടി പ്രതികാര കേസുകൾ. ഇപ്പം കാസർഗോഡാണെന്ന് തോന്നുന്നു, ഒരാൾക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ട്. അടുത്ത ബന്ധുവായിട്ടുള്ള പെൺകുട്ടി, 4 വയസ്സുള്ള പെൺകുട്ടിയെ പിന്നെ ഉപദ്രവിച്ചു എന്നാണ് പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. സംഭവം എന്തുവാ? ഇയാളുടെ അവിടുത്തെ ഒരു ബന്ധുവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. പോക്സോ കേസായി. മകളെ എടുത്തു വെച്ച് ഭാര്യ കേസം കൊടുത്തു. പ്രതികാരം വീട്ടാനും പോക്സോ കേസ്. പോലീസും പറഞ്ഞു പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണെന്ന്. ഇത്തരം നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഈ നേർവഴിക്ക് പോകുന്നവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ ഇരകൾ നീതി കിട്ടുന്നില്ല. യഥാർത്ഥ ഇരകൾ മറവിലിരിക്കുകയും വ്യാജ ഇരകൾ കൊണ്ടുവന്ന് മറ്റുള്ളവർ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയും കേസുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും കേസുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഷെഫീഖ് അൽ ഖാസിമിയുടെ കഥ ഇതാണ്.